അങ്ങനെ ഒരു ശിക്ഷ ഉണ്ട് നരകത്തിൽ. ഹമീമ് തലയിൽ കൂടെ പാരുക. അപ്പോൾ അവരുടെ ചർമ്മങ്ങളും വയറ്റിലുള്ളതൊക്കെ ഉരുകിപ്പോയി എല്ല് മാത്രമാവും. ഇരുമ്പിനോലുള്ള വലിയ ദണ്ടുകളുണ്ട്, തീയിൽ ചുട്ടുപഴുപ്പിച്ച ഇരുമ്പിൻ്റെ ദണ്ടുകൾ. ആ നരകത്തിൽ നിന്ന് അവർ പുറപ്പെടാൻ ഉദ്ദേശിക്കുമ്പോഴൊക്കെ, നരകത്തിലുള്ള ദുരിതങ്ങൾ കാരണമായിട്ട് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ആ നരകത്തിലേക്ക് തന്നെ അവർ മടക്കപ്പെടും. ദണ്ടുകൊണ്ട് അടിച്ചിട്ട് നരകത്തിൽ തന്നെ ആക്കും. നരകത്തിൽ കരിയലെന്ന ശിക്ഷ രുചിച്ചു കൊള്ളൂ എന്ന് അവരോട് പറയപ്പെടുകയും ചെയ്യും. ഇതാണ് ഒരു കൂട്ടർ. റബ്ബിന്റെ കാര്യത്തിൽ തർക്കിച്ച രണ്ട് കൂട്ടത്തിൽപ്പെട്ട ഒരു കൂട്ടർ അതാണ്. അടുത്ത കൂട്ടരാരാണ്? വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ആചരിക്കുകയും ചെയ്ത മോമിനിങ്ങളെ അല്ലാഹു തആല പ്രവേശിപ്പിക്കും അടിയിലൂടെ ആറുകൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങളിൽ. ആ ആരാമങ്ങളിൽ അവർക്ക് അണിയിക്കപ്പെടും മിൻ അസാവിറ, വളകൾ, മിൻ ദാബിൻ, സ്വർണത്തിനാലുള്ള വളകൾ, വലുഅൻ, രത്നത്തിൻ്റെയും, രത്നങ്ങളൊക്കെ അണിയിക്കപ്പെടുന്ന. സ്വർണത്തിൻ്റെ വളക്ക് തന്നെ അതിന് രത്നത്തിൻ്റെ ചിത്രപ്പണികളുണ്ടോ. അവിടെ അവർക്കുള്ള ഉടുപ്പുകൾ പട്ടായിരിക്കും. മറ്റവർക്ക് തീനാലുള്ള ഉടുപ്പുണ്ട് പറഞ്ഞില്ലേ, ഇവർക്ക് പട്ടിനാലുള്ള ഉടുപ്പുകളാണ്. കൗലിൽ നിന്ന്, വാക്കിൽ നിന്ന് ഏറ്റവും പരിശുദ്ധമായതിലേക്ക് അവർക്ക് ഹിദായത്ത് കിട്ടിയിരുന്നു. വാക്കിൽ വെച്ച് ഏറ്റവും പരിശുദ്ധമായതിലേക്ക് അവർ നയിക്കപ്പെട്ടു. സ്തുത്യനായ അള്ളാഹുവിൻ്റെ സരണിയിലേക്കും അവർ നയിക്കപ്പെട്ടു, ഹിദായത്താക്കപ്പെട്ടു. അതാണ് ഒരു കൂട്ടർ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ആചരിക്കുകയും ചെയ്ത കൂട്ടുകാർ.